നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി നൽകി ചികിത്സ നൽകാനുള്ള ദൗത്യം ബുധനാഴ്ച ആരംഭിക്കും. കുങ്കി ആനകളുടെ സഹായത്തോടെ കൊമ്പനെ കോടനാട് ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകാനാണ് പദ്ധതി. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. തൂവൽ സ്പർശം എന്ന പേരിൽ നടന്ന ഭിന്നശേഷി കലോത്സവം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അന്നമനടയിൽ പെയിന്റിംഗ് തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. പൊയ്യ സ്വദേശിയായ വലിയ വീട്ടിൽ 60 വയസ്സുള്ള മണിലാലാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ കുഴഞ്ഞു വീണത്. വാർത്തകൾ വിശദമായി. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി നൽകി കൂട്ടിലിട്ട് ചികിത്സ നൽകാനുള്ള ദൗത്യം ബുധനാഴ്ച ആരംഭിക്കും. ആനയെ വരുതിയിലാക്കാൻ 3 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്നും അതിരപ്പിള്ളിയിലെത്തിച്ചു. വിക്രം, കുഞ്ചു, കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളാണ് ദൗത്യത്തിനായി എത്തിയിട്ടുള്ളത്. ഇതിൽ വിക്രത്തിനെ ഞായറാഴ്ച കൊണ്ടുവന്നു. മറ്റു 2 എണ്ണത്തെയും തിങ്കളാഴ്ചയാണ് ലോറി മാർഗം എത്തിച്ചത്. ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ ഭാഗത്താണ് ആനകളെ തളച്ചിരിക്കുന്നത്. കോടനാടുള്ള ആനക്കൂട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചൊവ്വാഴ്ച പൂർത്തിയാകും. പ്രധാന തൂണുകളെല്ലാം നാട്ടിക്കഴിഞ്ഞു. ഇതിനോട് ചേർന്ന് പാകാനുള്ള യൂക്കാലിക്കഴകൾ മൂന്നാറിൽ നിന്നും രാത്രി എത്തിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയോടെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാകും. തുടർന്ന് ഡോക്ടർ അരുൺ സക്കറിയെയും സംഘവും കൂട് പരിശോധിച്ച് മയക്കുവെടി വയ്ക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കും. മയക്കുവെടി നൽകി കൊമ്പനെ കുങ്കി ആനകളുടെ സഹായത്തോടെ കോടനാട് ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകാനാണ് പദ്ധതി. ജനുവരി 24-ന് മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. എന്നാൽ മുറിവ് ഭേദമാകാത്തതിനെ തുടർന്നാണ് വീണ്ടും മയക്കുവെടി വെച്ച് കോടനാടുള്ള ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകാൻ ഒരുങ്ങുന്നത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. തൂവൽ സ്പർശം എന്ന പേരിൽ നടന്ന ഭിന്നശേഷി കലോത്സവം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കലയിലുള്ള എല്ലാ വിഷയങ്ങളും അവർക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്താണോ അതിനെ കൃത്യതയോടുകൂടി തന്നെ പഠിപ്പിക്കുകയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അതിനെ വളർത്തിയെടുക്കുകയും നമ്മുടെ സമൂഹത്തിലെ നല്ല കലാകാരന്മാരും കലാകാരികളുമായിട്ട് കൊണ്ടുവരുവാൻ കഴിയുക എന്നുള്ളത്, അതിനാസ്പദമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ ഒത്തിരി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവരുടെയും കൂട്ടായ്മ തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, നിംബർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് മാഞ്ഞൂരാൻ, ബിന്ദു ഷാജു, ബ്ലോക്ക് മെമ്പർ ജോർജ് ഊക്കൻ, സിൽവി സേവ്യർ, മാള BPC ഡോക്ടർ P ലിജു, സെക്രട്ടറി TR പ്രസാദ് എന്നിവർ സംസാരിച്ചു. അന്നമനടയിൽ പെയിന്റിംഗ് തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. പൊയ്യ സ്വദേശിയായ വലിയ വീട്ടിൽ 60 വയസ്സുള്ള മണിലാലാണ് അന്നമനടയിൽ പെയിന്റിംഗ് ജോലി കഴിഞ്ഞ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
വേളൂക്കര പഞ്ചായത്ത് 16-ാം വാർഡിൽ ഹാപ്പി കേരളം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജെൻസി ബിജു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ വിൻസി പ്രശോഭിതൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ യൂസഫ് കൊടകരപ്പറമ്പിൽ, ഷീജ ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ ഷീബ നാരായണൻ, ബിപിൻ തുടിയത്ത്, സുനിത രാധാകൃഷ്ണൻ, സുപ്രഭ സുഖി, അജിത, സതീഷ് TJ, സ്വപ്ന സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്ത 20 കുടുംബങ്ങൾക്ക് RPമാർ ക്ലാസ് എടുത്തു. ജില്ലാ പ്രോഗ്രാം മാനേജർ അജീഷ, ജില്ലാ RPമാരായ ഷൈജ ഹുസൈൻ, നവ്യ, ശശികല, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, അക്കൗണ്ടന്റ്, കമ്മ്യൂണിറ്റി കൗൺസിലർ, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം അസംബ്ലി കമ്മിറ്റി ഷുഹൈബ്, ശരത് ലാൽ, കൃപേഷ് രക്തസാക്ഷിത്വ ദിന സ്മൃതി സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അഫ്സൽ KA അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി VS ജിനേഷ്, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസ്ഹാഖ് ഹുസൈൻ, KS സുഹൈ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, വൈസ് പ്രസിഡന്റുമാരായ നിതീഷ് കുമാർ, CA റഷീദ്, അബ്ദുറഹ്മാൻ മാസ്റ്റർ, നിയോജകമണ്ഡലം ഭാരവാഹികളായ പ്രവിത ഉണ്ണികൃഷ്ണൻ, സാബിക് ബഷീർ, അഷ്കർ, അഖിൽ മേനോൻ, അത്തീഖ് പടിയത്ത്, അസീം സാലിഹി, ഫിറോസ്, ഷെരീഫ്, റാഫി പതിയാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ ഏറ്റവും ഉന്നത സ്ഥാനമായ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതയായ മേജർ ജനറൽ PD ഷീനയെ അഷ്ടമിച്ചിറ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിജയഗിരി സ്കൂളിന്റെ സഹകരണത്തോടെ ആദരിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. അഷ്ടമിച്ചിറ ലയൺസ് ക്ലബ് പ്രസിഡന്റ് മത്തായി പള്ളൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ NM ജോർജ്, ലയൺസ് റീജിയണൽ ചെയർമാൻ KS പ്രദീപ്, ഷീല ജോസ്, ടിൻഡോ ഇലഞ്ഞിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25-ന് തൃശൂർ BSNL ഓഫീസ് ഉപരോധിക്കുന്നു. ഇതിന്റെ ഭാഗമായി മാള ഏരിയ കാൽനട പ്രചാരണ ജാഥ ഫെബ്രുവരി 19-ന് വൈകിട്ട് 5 മണിക്ക് അന്നമനട മാമ്പ്ര സെന്ററിൽ നിന്നും ആരംഭിക്കും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഫെബ്രുവരി 23-ന് കാൽനട പ്രചാരണ ജാഥ സമാപിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ TK സന്തോഷ്, KV ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, ഇത് തുറന്നു കാണിക്കപ്പെട്ടു. കേരളത്തിന്റെ ഒരു പൊതുവികാരമായി ഈ പ്രശ്നത്തെ ആകെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് കേവലം CPIMന്റെ മാത്രമല്ല, നാടിന്റെ, മലയാളികളുടെ പൊതുവായ വികാരമായി ഈ പ്രശ്നത്തെ ആകെ ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നാം കാണുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 19-ാം തീയതി ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ജാഥ മാമ്പറയിൽ വെച്ച് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TK വാസു ഉദ്ഘാടനം ചെയ്യുകയാണ്. 20-ാം തീയതി ആളൂരിൽ നിന്ന് ആരംഭിച്ച് അഷ്ടമിച്ചിറയിൽ സമാപിക്കുന്നു. ആ സമാപന സമ്മേളനം M രാജേഷ്, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുത്തഞ്ചിറ കൊമ്പത്ത് കടവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. നമ്പൂരിച്ചന്റെ നടയിൽ നിന്ന് കാളകളി, കുതിരകളി എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ചശീവേലി, തുടർന്ന് ദീപാരാധന, താലം വരവ്, തായമ്പക എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി നൽകി ചികിത്സ നൽകാനുള്ള ദൗത്യം ബുധനാഴ്ച ആരംഭിക്കും. കുങ്കി ആനകളുടെ സഹായത്തോടെ കൊമ്പനെ കോടനാട് ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകാനാണ് പദ്ധതി. മാള ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. തൂവൽ സ്പർശം എന്ന പേരിൽ നടന്ന ഭിന്നശേഷി കലോത്സവം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അന്നമനടയിൽ പെയിന്റിംഗ് തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. പൊയ്യ സ്വദേശിയായ വലിയ വീട്ടിൽ 60 വയസ്സുള്ള മണിലാലാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ കുഴഞ്ഞു വീണത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.